കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ആരാധന ചിന്ത നിങ്ങൾക്ക് നൽകുവാനായിട്ട് ഇയ്യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കും. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും. അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണ് അവനെ കാണും. എൻ്റെ അന്തരംഗം എൻ്റെ ഉള്ളിൽ ക്ഷയിച്ചിരിക്കും. പഴയ നിയമ ഭക്തന്മാരിൽ അഗ്രഗണ്യനായിരുന്നു ഇയ്യോബ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇയ്യോബിനെ കുറിച്ച് 1-ാം അധ്യായത്തിൽ തുടക്കത്തിൽ തന്നെ അവിടെ നാം കാണുന്നത് അവൻ ഭക്തനായിരുന്നു, അവൻ ദോഷം വിട്ടകലുന്നവനായിരുന്നു, അവൻ ധനവാനായിരുന്നു. ഇങ്ങനെ പല കാര്യങ്ങൾ അവനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ താൻ തൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് അവൻ ജീവിച്ചതായിട്ട് നമുക്ക് ഈ പുസ്തകം ആകമാനം പരിശോധിച്ചാൽ കാണുവാനായിട്ട് സാധിക്കും. ഇയ്യോബിനെ കുറിച്ച് പിശാച് പോലും സാക്ഷ്യം പറഞ്ഞു, അല്ലേ? വെറുതെയാണോ അവൻ തൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ദൈവം സാക്ഷി പറഞ്ഞു അവൻ ഭക്തനാണെന്ന്. അവൻ്റെ ഭാര്യ സാക്ഷി പറഞ്ഞു. അവൾ പരിഹസിച്ചുകൊണ്ടാണ് പറഞ്ഞെങ്കിലും അവളും പറഞ്ഞു ഇവൻ ഒരു ഭക്തനാണ്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ള ആരുടെയും സാക്ഷ്യം നമുക്ക് അവഗണിച്ചാലും പിശാച് സാക്ഷ്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കി. അത്രമാത്രം ഭക്തനായിരുന്നു ഈ ഇയ്യോബ്. ആ ഭക്തൻ്റെ പ്രത്യാശയുടെ വാക്കുകളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. എന്താണ് ആ ഭക്തൻ പറഞ്ഞത്? എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. മൈ റെഡീമർ ലിവത്ത് എന്നാണ് ഇംഗ്ലീഷിൽ. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. പൊടിമേൽ എന്നുള്ളതിന് ഭൂമിമേൽ എന്ന് ആണ് മറ്റ് തർജ്ജമകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. എർത്ത് എന്ന ഇംഗ്ലീഷ് വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവൻ ഒടുവിൽ ഭൂമിമേൽ നിൽക്കും. സക്രിയ പ്രവചനം 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ അവൻ്റെ കാൽ കിഴക്കുള്ള ഒലിവുമലമേൽ നിൽക്കും. ഒലിവുമല രണ്ടായി പിളരും. നമുക്കറിയാം, നമ്മുടെ കർത്താവ് തൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ കോടാനുകോടി ദൂതന്മാരുമായി വരുമ്പോൾ അവൻ്റെ കാൽ എവിടെ നിൽക്കും? ഒലിവുമലമേൽ നിൽക്കും. ഒലിവുമല രണ്ടായിട്ട് പിളരും. അപ്പോൾ ആ സമയത്ത് ഇയ്യോബ് പറയുകയാണ്, അന്ന് ഞാനും അവിടെ ഉണ്ടാകും. പഴയ നിയമ വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം ആ സമയത്ത് ആണ് എന്ന് ചിന്തിക്കാനുള്ള ചെറിയ ഒരു വെളിച്ചം നമുക്കവിടെ ലഭിക്കുന്നുണ്ട്. ഞാൻ സ്ഥാപിച്ച് പറയുകയല്ല. വേദപുസ്തകത്തിൽ നമുക്ക് വ്യക്തമായി പറയാൻ പറ്റാത്ത ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതുപോലെ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളതാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇയ്യോബിൻ്റെ പ്രത്യാശ, അവൻ്റെ ഹൃദയം പ്രത്യാശ കൊണ്ട് നിറയുകയാണ്. അവൻ പറഞ്ഞു, എൻ്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. എപ്പോഴാണ് ഇയ്യോബ് ഇത് പറഞ്ഞത്? ഞാൻ വിചാരിക്കുന്നത് അവൻ ആ ത്വക്കിൽ ചുരണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ അന്നേരം പറഞ്ഞതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്യധികം വേദനയും നീറ്റലും അതുപോലെ കടിയും ഒക്കെ ഉള്ള സമയത്താണ് ഇയ്യോബ് പറയുന്നത്, ഞാൻ ഇങ്ങനെ നശിക്കും, എൻ്റെ ദേഹം ഇങ്ങനെ നശിക്കും, എൻ്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ദേഹരഹിതനായി കാണും എന്നും അത് തർജ്ജമ ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ കൂടുതൽ വിശ്വസിക്കുന്ന ദേഹസഹിതനായി തന്നെ കാണും എന്ന് പറയാനാണ്. ദൈവമക്കളെ, ഇയ്യോബിൻ്റെ പ്രത്യാശ അവിടെ നിൽക്കുന്നു. അവൻ എന്തുകൊണ്ടാണ് ഈ ചാരത്തിലിരുന്നും സന്തോഷിക്കുന്നത്? അവൻ ദൈവത്തോട് പരാതി പറയാത്തത് എന്തുകൊണ്ടാണ്?
അവൻ ദൈവത്തെ ഉപേക്ഷിച്ച് കളയാത്തത് എന്തുകൊണ്ടാണ്? തനിക്കൊരു ഭാവി പ്രത്യാശയുണ്ട്. തനിക്കൊരു ഭാവി പ്രത്യാശയുണ്ട്. എൻ്റെ വീണ്ടെടുപ്പുകാരനെ ഞാൻ കാണും. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രത്യാശയല്ലേ നമുക്കുമുള്ളത്? വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത്, അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും, അവർ അവന്റെ മുഖം കാണും. നാം ആരാധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കർത്താവിനെ ഒരു ദിവസം നമ്മൾ കാണുമെന്നുള്ളത് എത്രയോ വലിയ പ്രത്യാശ. നമുക്കറിയാം, ഇന്ന് അനേകായിരം ആൾ ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, അവരാരാധിക്കുന്ന തങ്ങളുടെ ആ ദേവനെ അവരിനി കാണുമെന്നുള്ള പ്രത്യാശ അവർക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഒരിക്കലുമില്ല. അവർ ആരാധിക്കുന്ന ആ ദേവനെ അല്ലെങ്കിൽ ആ ആൾ ദൈവത്തെ അവർ കാണുമെന്നുള്ള പ്രത്യാശ അവർക്ക് ആർക്കുമില്ല. എന്നാൽ ഈ പ്രത്യാശ നമുക്ക് മാത്രമേ ഉള്ളൂ. ഈ പ്രത്യാശ ഇയ്യോബിനെ പോലെയുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. തന്നെയല്ല അവിടെ ആ 27-ാം വാക്യത്തിന്റെ അവസാനം പറഞ്ഞിരിക്കുന്ന ആ വാചകം ശരിക്കും അവിടെ ചേരില്ല, അല്ലേ? അതുകൊണ്ട് ഞാൻ അതിന് വേറൊരു തർജ്ജമയിൽ നോക്കിയപ്പോൾ അവിടെ അങ്ങനെയല്ല പറയുന്നത്. എൻ്റെ ഹൃദയം അതിനായി ആർത്തിയോടിരിക്കുന്നു എന്നാണ് അവിടെ നമ്മൾ വായിച്ചത്. എൻ്റെ അന്തരംഗം എൻ്റെ ഉള്ളിൽ ക്ഷയിച്ചിരിക്കുന്നു എന്ന്. എന്നാൽ അതിനേക്കാൾ കുറെ കൂടെ ചേരുന്ന ഒരു തർജ്ജമ, എൻ്റെ ഹൃദയം അതിനായി ആർത്തിയോടിരിക്കുന്നു. ഇംഗ്ലീഷിലും നമുക്കത് തന്നെയാണ് കാണാൻ കഴിയും. ഇന്ന് രാവിലെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ചാരത്തിലിരുന്ന് ഓട്ട് കഷ്ണമെടുത്ത് ചുരണ്ടിക്കൊണ്ടിരിക്കുന്ന ഇയ്യോബ് പറയുകയാണ്, എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം. അവൻ ആ ത്വക്ക് നശിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് എഴുതുന്നത്. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ എൻ്റെ വീണ്ടെടുപ്പുകാരനെ കാണും. അന്യനല്ല, ഞാൻ തന്നെ കാണും. എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ കാണും. എന്തൊരു വലിയ പ്രത്യാശയാണ് ഇയ്യോബിനുള്ളത്. നാം കാണാൻ കൊതിച്ചവനെ കൺകുളിർക്കെ കണ്ട് ആനന്ദിക്കുന്ന, ആരാധിക്കുന്ന ഒരു സുദിനം നമ്മുടെയും മുൻപിലുണ്ട് എന്നുള്ളത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, കർത്താവിനെ മഹത്വപ്പെടുത്താം. ഞങ്ങളുടെ പ്രിയ കർത്താവെ, ഇയ്യോബിന് ഉള്ള പ്രത്യാശ എത്ര ഭംഗമില്ലാത്തതാണ്, അതുപോലെ ഞങ്ങളുടെ പ്രത്യാശയും ഭംഗമില്ലാത്തതാണ്. ഞങ്ങൾ കാണാൻ കൊതിച്ചവനെ ഒരു ദിവസം ഞങ്ങൾ കൺകുളിർക്കെ കണ്ട് ആനന്ദിക്കുന്ന, ആരാധിക്കുന്ന സുദിനം ഞങ്ങളുടെ മുമ്പിലുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ മഹത്വവും തിരുമേനിക്ക് അർപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ.